വെള്ളത്തിന്റെ മേലെ പെട്രോളോ ഡീസലോ എന്തോ ഒഴിച്ചാണ് കത്തിക്കാൻ തോന്നുന്നത്. പൊളിച്ചില്ലേ നോക്ക്, ഫയർഫോഴ്സ് എത്തി. എന്തോ പോകലേ. നമ്മളെ എയർപോർട്ടിലേ ഇപ്പോൾ ഒരു സംഭവം നടക്കും. കണ്ടില്ല നിങ്ങൾ? ഇതാണ്ടോ വിമാനാപകടം നടന്നാൽ എന്തൊക്കെയാണ് എന്നുള്ളൊരവസ്ഥ വീണ്ടും ഇവിടെ ഒന്ന് ചിത്രീകരിച്ചതാണ്. ബാക്കി ഇപ്പോൾ കാണിച്ചു തരാട്ടോ. ടയറൊക്കെ കാര്യമായിട്ട് കത്തിക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കാണുമ്പോൾ വലിയൊരു അപകടം നടന്നു എന്നുള്ളൊരു കാഴ്ച, വലിയ അപകടം നടന്നാൽ എന്തൊക്കെയാണ് മുൻകരുതലുകൾ എന്നൊക്കെ ഉള്ളത് ഇതൊക്കെ പുറമക്കാർക്കാണ് ചെയ്തു കൊടുക്കുന്നത്. അതിനുള്ള മറുപടി നമുക്ക് വേറെ കൊടുക്കാം, ആയിക്കോട്ടെ. അപ്പോഴേക്കും ഇവിടെ ആളുകളൊക്കെ കിടക്കുന്നുണ്ട്. പരിക്ക് പറ്റൂല കിടക്കുമ്പോൾ കിടക്കുന്നുണ്ട്. ഒരു അപകടം ഉണ്ടായ എന്തൊക്കെ സൂചനകൾ, മുൻകരുതലുകൾ എടുക്കണം. കുറേ ഡമ്മിയുണ്ട്, കുറേ ഒറിജിനലുണ്ട്. ഒക്കെ ആളുകളാട്ടോ കിടക്കണമൊക്കെ. ട്രോമന്റെ വളണ്ടിയർമാരും ഫയർസിന്റെ ആരെങ്കിലും ഒക്കെ റെഡിയായി. ആംബുലൻസ് എത്തി. പരിക്ക് പറ്റിയതൊക്കെ പിന്നെ കേട്ടോ കിടക്കണേ. അവരൊക്കെ അതിനായിട്ട് ഡ്രസ്സ് മാറ്റി വന്നത് അവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാ അവരൊക്കെ എയർപോർട്ടിൽ സാധനങ്ങളൊക്കെ എത്തി. അപകടം പറ്റിയ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒക്കെ കിടക്കുകയാണ് അവിടെ. ഞങ്ങൾ വിമാനാപകടം നടന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മക്രിലാണ് നമ്മൾ എയർപോർട്ടിൻ്റെ പരിസരത്ത് നടക്കുന്നത്. പരിക്ക് പറ്റിയോലുണ്ട്, ഇതാണ്ട് ഒക്കെ അവിടെ ഉണ്ട്. എത്തി. എല്ലാ വളണ്ടിയർമാരും സെറ്റായി. അപ്പോൾ തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തോളൂ കേട്ടോ. ഓരോ കാറ്റഗറി ആയിട്ട് നിർത്തിയിട്ടാണ്. ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ ആൾക്കാർ പ്രയോറിറ്റി നമ്പർ 1 കണ്ടോ. ഫുൾ അഭിനയിക്കാട്ടോ, ഒറിജിനൽ അല്ല കേട്ടോ. ഇയാളെ കാലിന് പരിക്കേറ്റിയെന്നവർ. പ്രയോറിറ്റി നമ്പർ 2 ഫ്ലൈറ്റിലെ ജീവനക്കാർ. ഇവിടെ പരിക്കേറ്റ ആൾക്കാർ. പ്രയോറിറ്റി 3
ലാസ്റ്റ് പ്രയോറിറ്റി ഉള്ളല്ലോ കേട്ടോ, മരിച്ചോല്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ആ അല്ല നമ്മളെ ചങ്കിത അവിടെ കളക്ടർ സാറേ നമസ്കാരം. മലപ്പുറത്തുകാർക്ക് എന്നും അഭിമാനമാണ് നമ്മളെ കളക്ടർ സാറ്. സാർ വിനോദ് സാർ ഇതാ ഇന്ന് ഈ റെസ്ക്യൂവിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങൾ മലപ്പുറം? വെള്ളം അടിച്ചോടുകൂടി അതൊക്കെ എത്ര വലിയ തീയായിരുന്നു, അതൊക്കെ പെട്ടെന്ന് സെറ്റായി. ഈ ഇതിലെന്ത് കെമിക്കലാണ് ചേർത്തത്? കാർബൺ ഡയോക്സൈഡിന്റെ ഫോം ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ആൾക്കാരൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണുണ്ടോ? ഞാൻ ഇവിടെ ഉണ്ട്. ആ അവിടെ ഫുള്ള് സെറ്റാട്ടോ. ഇവിടെ ഇതാ കത്തിക്കാനുള്ള പുറപ്പാട് തുടങ്ങി. ഇവിടെ നിൽക്കേതാ ഫയർ എഞ്ചിന് വരുന്നു. കത്തിച്ചുണ്ടോ? ആ വെള്ളത്തിന്റെ മേലെ പെട്രോളോ ഡീസലോ എന്തോ ഒഴിച്ചാണ് കത്തിക്കാൻ തോന്നുന്നത്. പൊളിച്ചില്ല. ഫയർഫോഴ്സ് എത്തി. എന്തോ പോകലേ.